ശരി, ആനന്ദ് പറയട്ടെ. അതിനെക്കുറിച്ച് ആർക്കും സംശയമില്ലല്ലോ. അനിലേ, ആനന്ദ് പറയട്ടെ, കുറച്ച് സമയം കൂടി. ശരി ശരി, ആനന്ദ്. അല്ല മഞ്ജുഷ്, ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു ചർച്ചയുടെ. എനിക്ക് എന്തെങ്കിലും ഒരു അവസരമെങ്കിലും തടസ്സപ്പെടുത്താതെ കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വിഷയം എങ്ങനെ വന്നതാണ്? ഇപ്പോൾ AK ആന്റണിയുടെ 2004 കാര്യമാണ് പറയുന്നത്, 20 വർഷം മുമ്പ് നടന്ന കാര്യം. ഈ നമ്മുടെ കേരളത്തിലൊരു പ്രത്യേകതയുണ്ട്. കേരളത്തിൽ ഒത്തിരി അഴിമതികൾ നടന്നിട്ടുണ്ടെങ്കിലും ബാലകൃഷ്ണപിള്ള ഒഴിച്ച് ആരും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ബാക്കി ഇവിടെ അഴിമതി ഇല്ലാത്തത് കൊണ്ടൊന്നും അല്ല എന്ന് നമുക്കറിയാം. ഇവിടെ LDFും UDFും മാറി മാറി ഭരിച്ചിട്ടുണ്ട്. 2 മുന്നണികളിൽ നിന്നും അഴിമതി കാര്യമായ തരത്തിൽ നമുക്കറിയാം, പല അഭ്യൂഹങ്ങളും പല കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നതാണ്. പക്ഷെ ആരും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇപ്പം 2004 കാര്യം, ആന്റണിയുടെ കാര്യം ഇപ്പോൾ പറയുമ്പോൾ അത് ഉയർത്തുന്നതിൻ്റെ കാരണം എന്താണ്? ഇവിടെ പിണറായി വിജയന്റെ മകൾക്ക് മാസപ്പടി കിട്ടിയെന്ന് ബാങ്ക് രേഖകളടക്കം പിണറായി വിജയന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും വീണ വിജയനും എല്ലാവരും സമ്മതിക്കുന്ന വൈറ്റ് മണിയായിട്ട് പൈസ, അതായത് കൈക്കൂലി മുഖ്യമന്ത്രിക്ക് വൈറ്റ് മണിയായിട്ട് കൊടുക്കുന്ന ഒരു വളരെ നവീനമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഇവിടെ ഉണ്ടായപ്പോഴാണ് അത് രേഖസഹിതം ഒരു ഇൻകം ടാക്സ് ആദായ നികുതി തർക്ക പരിഹാര ബോർഡിന്റെ ഉത്തരവായിട്ട് പുറത്തു വന്ന് അത് മലയാള മനോരമ അത് പ്രസിദ്ധീകരിച്ചപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം പുറത്തു വന്നത്. അതിന്റെ പേരിലാണ് നമ്മൾ ഈ ചർച്ചകളെല്ലാം തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറെ കാര്യങ്ങൾ മാത്യു കുഴൽനാടനും ഒക്കെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അവരെല്ലാം അതിന്റെ പുറകെ നടക്കുന്നു. ഷോൺ ജോർജ് പരാതി കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ 2004 കാര്യം പറയുമ്പോൾ എന്തെങ്കിലും രേഖകൾ, അന്നത്തെ കാലത്ത് എന്തെങ്കിലും രേഖകളൊക്കെ പുറത്തു വന്നാൽ നമുക്ക് ചർച്ച ചെയ്യാം. ആന്റണി അതിൻ്റെ അകത്ത് എന്തെങ്കിലും പൈസ വാങ്ങിച്ചിട്ടുണ്ടോ? ഇപ്പോഴത്തെ പ്രശ്നം അതല്ലല്ലോ. ഇന്ന് പുറത്തു വന്ന വിവരങ്ങൾ, മാത്യു കുഴൽനാടൻ പുറത്തുവിട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ ഇന്നത്തെ ചർച്ച. ആ വിവരങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ 2016 ഏപ്രിൽ, അതായത് ഇവിടെ ഇലക്ഷൻ നടക്കുന്ന സമയമാണ്. 2016 ഉമ്മൻചാണ്ടിയുടെ സർക്കാരിൻ്റെ ഭരണം അവസാനിക്കുന്നതും ഇലക്ഷൻ നടക്കുന്നതും. 2016 അടുത്ത മാസം മെയ്യിലാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നതും. ഈ 2016 ഏപ്രിലിൽ സുപ്രീം കോടതിയുടെ ഒരു വിധി വരുന്നു. ഈ ആന്റണി, ഇപ്പൊ ഇവിടെ ശ്രീ അനിൽകുമാർ പറഞ്ഞ ആന്റണിയുടെ പണ്ട് കൊടുത്ത ആ ലീസ് അത് ആന്റണി തന്നെ, അല്ലെങ്കിൽ UDFന്റെ സർക്കാർ തന്നെ 10 ദിവസം കൊണ്ട് അത് മരവിപ്പിക്കുകയാണ് ഉണ്ടായത്. അത് ചോദ്യം ചെയ്തുകൊണ്ട് ആദ്യം കേരള ഹൈക്കോടതിയിൽ പോകുന്നു. കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് കർത്തായ്ക്ക് അനുകൂലമായിട്ട് ഉത്തരവിടുന്നു. അപ്പോൾ ഡിവിഷൻ ബെഞ്ചിൽ പോകുന്നു. ഡിവിഷൻ ബെഞ്ചും കർത്തായ്ക്ക് അനുകൂലമായിട്ട് ഉത്തരവിടുന്നു. പക്ഷെ അപ്പോഴും മരവിച്ചിരിക്കുകയാണ്. അത് കർത്തായ്ക്ക് അവിടെ ഖനനം ചെയ്യാനുള്ള അനുമതി കൊടുത്തിട്ടില്ല. അവസാനം സുപ്രീം കോടതിയിൽ സർക്കാർ പോകുന്നു. ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്, 2011-16 കാലത്താണ് സുപ്രീം കോടതിയിൽ പോകുന്നത്. സുപ്രീം കോടതിയിൽ നിന്ന് വിധി വരുന്നത് അത് എന്താണെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ സർക്കാർ ആ നോട്ടിഫൈ ചെയ്ത ഭൂമി സർക്കാർ ഏറ്റെടുക്കണം, അല്ലെങ്കിൽ അത് കർത്തായ്ക്ക് കൊടുക്കണം എന്നുള്ള ഒരു വിധിയാണ് വരുന്നത്. ആ വിധി വന്നിട്ട് 2016 മെയ്യിൽ അധികാരത്തിൽ വരുന്ന പിണറായി വിജയൻ അതിന്മേൽ ഒന്നും ചെയ്യാതെ അടയിരിക്കുകയാണ്. പിന്നെ എന്താണ്, വളരെ വിചിത്രമായിട്ടൊരു കാര്യമാണ് സംഭവിക്കുന്നത്. അതേ വർഷം ഡിസംബർ മുതൽ വീണ വിജയന് മാസപ്പടി കിട്ടുന്നു. 5 ലക്ഷം രൂപ വീണ വിജയന് 2016 ഡിസംബർ മുതലും അവരുടെ കമ്പനിയായിട്ടുള്ള എക്സാലോജിക്കിന് 3 മാസത്തിന് ശേഷം 2017 മാർച്ച് മുതൽ 3 ലക്ഷം അവർക്കും കമ്പനിയുടെ പേരിലും 3 ലക്ഷം രൂപ, അങ്ങനെ 8 ലക്ഷം രൂപ വീതം മാസപ്പടി കിട്ടുന്ന ഒരു കാഴ്ചയാണ് അടുത്ത 3 വർഷത്തേക്ക് ഉണ്ടാകുന്നത്. പിന്നെ പിന്നെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് 2018 ആണ്. 2018 ഇപ്പോൾ നേരത്തെ ഇവിടെ പ്രതിപാദിച്ച ആ കേരള സർക്കാരിൻ്റെ വ്യവസായ നിയമം, അതിൽ ഒരു വിചിത്രമായിട്ടുള്ള ഒരു ഇൻസർഷൻ, ഒരു അഡീഷൻ ഉണ്ടാകുന്നു. ഇംഗ്ലീഷിലുള്ളതില്ലാത്തത് മലയാളത്തിൽ വരുന്നു. പ്രത്യേകമായിട്ട് സുപ്രീം കോടതിയുടെ വിധി നടപ്പാക്കും എന്ന് പറയുന്ന ഒരു വാചകം അതിൽ എഴുതി ചേർക്കുന്നു. ആ വാചകം എന്തിനെഴുതി ചേർത്തു, അത് എങ്ങനെ വന്നു, അത് ആരെഴുതി ചേർത്തു, അത് എന്താണ് സൂചിപ്പിക്കുന്നത്? അഴിമതിയാണ് സൂചിപ്പിക്കുന്നത്. അതായത് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, സുപ്രീം കോടതിയുടെ ആ ഒരു ലൂപ്പ് ഹോൾ, ആ ജഡ്ജ്മെന്റിലെ ഒരു ലൂപ്പ് ഹോളിന്റെ അടിസ്ഥാനത്തിൽ കർത്തായ്ക്ക് അത് ലീസിന് കൊടുക്കാനുള്ള ഒരു തട്ടിപ്പായിട്ടാണ്, അല്ലെങ്കിൽ ഒരു വഴി, ഒരു പോംവഴിയാണ് ആ ഇൻസർഷൻ. അതിൻ്റെ പേരിൽ
അത് കർത്തായ്ക്ക് അത് കൊടുക്കാൻ തുടങ്ങുന്നതിന് മുൻപ് അല്ലെങ്കിൽ അത് കൊടുക്കുന്നതിന് മുൻപ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ അവരുടെ ഈ ആക്ടിലുള്ള അമെൻമെന്റ് വരുന്നു. അപ്പോൾ പ്രൈവറ്റ് പാർട്ടികൾക്ക് ലീസിന് കൊടുക്കാൻ പറ്റില്ല, ഖനനാനുമതി കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു അമെൻമെന്റ് വരുന്നതോടുകൂടി ഈ ഇൻസേർഷനും ഈ കൂട്ടി എഴുതി ചേർത്ത കാര്യങ്ങളെല്ലാം പിന്നെ അതൊരു പ്രശ്നത്തിലേക്ക് പോകുന്നു. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? അത് ലോ ഡിപ്പാർട്ട്മെന്റിൽ പോകുന്നു, പലതരത്തിലുള്ള അതിൽ ചർച്ചകൾ നടക്കുന്നു, മുഖ്യമന്ത്രി ഫയൽ വിളിച്ചു വരുത്തുന്നു. എന്തിനാണ് മുഖ്യമന്ത്രി ഫയൽ വിളിച്ചു വരുത്തുന്നത് അറിയില്ല. അത് കഴിഞ്ഞിട്ട് പല ചർച്ചകൾ നടക്കുന്നു, പല ഡേറ്റുകളിൽ പല ഫയൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ് ചെയ്യുന്നു. അവസാനം മുഖ്യമന്ത്രി തീരുമാനിക്കുന്നു ഇത് അഡ്വക്കേറ്റ് ജനറലിന് നിയമോപദേശത്തിനായിട്ട് വിടാമെന്ന്. എന്നിട്ടും ഒന്നും സംഭവിക്കുന്നില്ല. ഇവിടെ കർത്തയ്ക്ക് അത് ഖനനാനുമതി കിട്ടുന്നില്ല. പക്ഷേ 2023 വരെ അത് അതുപോലെ തന്നെ ഫ്രീസ് ചെയ്ത പോലെ അത് തുടരുന്നു. ഈ കാര്യം പുറത്തു വന്നതിന് ശേഷമാണ് ഇത് ക്യാൻസൽ ആകുന്നതെന്നാണ് വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയ വിവരം. എൻ്റെ കയ്യിലും ഈ സർക്കാരിൻ്റെ ഉത്തരവില്ല. പക്ഷേ വേറൊരു കാര്യം ഇവിടെ നടക്കുന്നു. 2018 കരിമണൽ ഖനനം, ഈ തോട്ടപ്പള്ളിയിൽ കരിമണൽ ഖനനം KMML സർക്കാരിൻ്റെ കമ്പനിയായിട്ടുള്ള KMMLനും IRELനും കൊടുക്കുന്ന ആ ഖനനാനുമതി, ആ കൊടുക്കുന്ന ആ കരിമണൽ ഖനനാനുമതി ഉപയോഗിച്ച് ആ കരിമണൽ അത് KMML CMRLലേക്ക് കർത്തായുടെ കമ്പനിക്ക് കൊടുക്കുന്നത്, അതിൻ്റെ വിവരം പുറത്തു വരുന്നു. 2 ദിവസം മുൻപത്തെ മനോരമയിൽ അത് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് മുൻ പേജിൽ തന്നെ വിവരമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്ന കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ 48,33,00,000 കർത്തായുടെ കമ്പനിക്ക് ഈ ഇത്രയും ലോഡുകൾ 179 ലോഡുകൾ കരിമണൽ കൊടുക്കുന്നത് വഴി കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതിൻ്റെ അർത്ഥം ഇപ്പോൾ തന്നെ ഇതിനു മുൻപത്തെ ചർച്ചയിൽ അവസാനം ഞാൻ ശ്രീ അനിൽകുമാറിൻ്റെ കൂടെ പങ്കെടുത്ത ചർച്ചയിൽ അദ്ദേഹം വെല്ലുവിളിച്ചിരുന്നു, എന്താണ് ക്വിഡ് പ്രോക്കോ, എന്താണ് പിണറായി വിജയൻ കോഴ കൊടുത്തെങ്കിൽ എന്താണ് തിരിച്ച് കർത്തായ്ക്ക് കിട്ടിയിരിക്കുന്നത്. കർത്തായ്ക്ക് ഈ വാർത്താ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 48.33 കിട്ടിയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് ഈ പുറത്തു വന്ന ഇന്ന് മാറ്റി കൊണ്ടുവന്ന വിവരങ്ങളും ഇൻകം ടാക്സിന്റെ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് കൊണ്ടും അത് കൂടാതെ പൊതുമധ്യത്തിലുള്ള ഡോക്യുമെന്റ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ശരി.